ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആൾക്കാരുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ ഞാനൊരു കാര്യം പറയാനുണ്ട്. അതായത് ഒരാൾ ഏത് മതത്തിലായിക്കോട്ടെ, അയാൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് അയാളുടെ പ്രാർത്ഥന കേൾക്കും. അയാൾക്ക് അതിൻ്റെതായ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. അതിൽ ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കുറെ പേർക്ക് അത് മനസ്സിലായിട്ടില്ല. അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടല്ല അവർ കമന്റ് ഇട്ടേക്കണത്. അപ്പൊ അതിൽ ഒരു സഹോദരൻ കമന്റ് ഇട്ടേക്കായിരുന്നു. അതായത് 1 കൊറിന്തോസ് 10-ാം അധ്യായം 20-21 വാക്യം എടുത്ത് അടിച്ച് പറയാനുണ്ട്. അതായത് പുള്ളി പറയാണ്, ബ്രദറെ, ഇവര് പിശാചിനല്ല ആരാധിക്കണത്. ബൈബിളില് പറയാനുണ്ടല്ലോ, ഈ അപ്പോസ്തലൻ പോള് പറയാനുണ്ട്, ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നൊക്കെ പറയാനുണ്ട്. അപ്പോ ഈ ശിവനെ ആരാധിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാള്, അല്ലെ, അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥിക്കണ ഒരാള് ശരിക്കും ഈ വചനത്തിൽ പറയണ പോലെ തന്നെയല്ലേ ചെയ്യണത്? പിശാചിന്റെ പാനപാത്രം കുടിക്കുകയല്ലേ ചെയ്യണത്? അപ്പൊ ഞാൻ ഇതിലൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ സിൻസിയർ ആയിട്ട് പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. സെൽഫ്ലെസ് ലവ് ആണ്, സെൽഫിഷ് ലവ് അല്ല. അതായത് സെൽഫ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്വാർത്ഥ സ്നേഹം നമ്മള് പിടിച്ചു വെക്കാതെ അത് എല്ലാവർക്കും നമ്മൾ പടർന്നു കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര് അവരൊരിക്കലും അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കൂല. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. ഈ ലോകം സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞു പോകാൻ വേണ്ടിയായിരിക്കും അവർ പ്രാർത്ഥിക്കുന്നത്. ഈ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഒരിക്കലും വേറെ മതത്തിൽ ഉള്ള ആൾക്കാരെ വേർതിരിച്ച് അവർ കാണൂല. അവരെല്ലാം സ്വീകരിക്കും. അവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കും, കൃഷ്ണനെയും സ്വീകരിക്കും, അള്ളാഹുവിനെയും സ്വീകരിക്കും. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏതൊക്കെ മതം ഉണ്ടോ അതെല്ലാം അവർ സ്വീകരിക്കും. അവർക്ക് അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടാവൂല. ഇവർക്ക് സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും ആൾക്കാർ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അതായത് യേശുക്രിസ്തു ആണ് ദൈവം, മറ്റു മതത്തിലുള്ള ദൈവങ്ങളൊന്നും ദൈവങ്ങളല്ല എന്നൊരു ചിന്താഗതി ഒരിക്കലും വരരുത്. അങ്ങനെ ചിന്തിക്കരുത്. മറ്റു മതത്തിലുള്ള ആൾക്കാരുടെ സ്നേഹം സ്വീകരിക്കാൻ പഠിക്കുക. മനസ്സിലായില്ല? അല്ലാതെ നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ അവൻ ഹിന്ദു ആണ്, അവൻ മുസ്ലിം ആണ്, അല്ലെങ്കിൽ പോട്ടെ, ഒരു മുസ്ലിം മതത്തിലുള്ള ഒരാൾ കാണുമ്പോൾ അവൻ ഹിന്ദു ആണ്, അവൻ ക്രിസ്ത്യനാണ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള ഒരാൾ കാണുമ്പോൾ അവൻ ക്രിസ്ത്യനാണ്, അവൻ മുസ്ലിമാണ്. ഇങ്ങനെ വേർതിരിച്ച് ഒരിക്കലും കാണരുത്. കാര്യം മനുഷ്യൻ തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ആത്മാവ് ദൈവാത്മാവാണ്. ആ ദൈവം ഒന്നേ ഉള്ളൂ. അതിന് ആൾക്കാർ പല പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിപ്പ് ഇല്ലാതെ പ്രപഞ്ചം തരണ എന്തും സ്വീകരിക്കാനുള്ള ഒരു മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഈ ഭൗതികമായ ചിന്തകളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ആത്മീയമായ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയാലേ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. ആ ആഗ്രഹം ഒരിക്കലും നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ മതി എന്ന രീതിയിലും നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. എനിക്ക് കിട്ടുന്ന അനുഗ്രഹം അതേപോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിരിക്കണം. എന്റെ കുടുംബത്തിൽ സമാധാനം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ കുടുംബത്തിൽ മാത്രമല്ല, ലോകത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം വരണം. ഇപ്പൊ എനിക്ക് ഒരു വണ്ടി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കിട്ടണം. അല്ലാതെ എനിക്ക് മാത്രം വണ്ടി കിട്ടിയാൽ മതി, എൻ്റെ അയൽക്കാരന് വണ്ടി കിട്ടരുത്, അവൻ മുടിഞ്ഞു പോകണം, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയിലാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അവരെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അവരുടെ കുടുംബം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കാറില്ല, എല്ലാം വൈകിയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി എടുത്ത് മാറ്റണം. നമ്മളെല്ലാവരും ഒന്നാണ്, ആത്മാവ് ഒന്നാണ്. അത് പല മനുഷ്യരുടെ ശരീരത്തിൽ ഇങ്ങനെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സാധനം എല്ലാം മെയ്ഡ് ബൈ ഗോഡ് തന്നെയാണ്. മനസ്സിലായില്ലേ? മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ മെയ്ഡ് ബൈ ഗോഡാണ്. അത് പല മനുഷ്യരുടെ ഉള്ളില് ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം ഒന്നാണ്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും നിങ്ങൾക്ക് പിന്നെയും സംശയം ഉണ്ടാവും. നിങ്ങൾ പറയും, അതൊക്കെ ശരി ബ്രദറെ, അതൊക്കെ ഞങ്ങൾ സമ്മതിച്ച്, പക്ഷെ ബൈബിളില് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ പറയണ പോലെ എല്ലാവരും അങ്ങനെ സ്നേഹിക്കാനൊന്നും പറ്റൂല, ഞങ്ങൾ എല്ലാവരും വേർതിരിച്ചേ കാണുള്ളൂ. എന്നിട്ട് ബൈബിളിൽ ആ ഒരു വചനം എടുത്ത് കാണിച്ചു തരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 1 കൊറിന്തോസ് 10-ാം അധ്യായം 20-21 വാക്യങ്ങൾ. വിജാതിയർ ബലി അർപ്പിക്കുന്നത് പിശാചിനെയാണ്, ദൈവത്തിനെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുകളുടെ പങ്കാളികളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുകളുടെ മേശയിലും ഭാഗഭാഗുകളാകാനും സാധിക്കുകയില്ല. ഇതുപോലെ തന്നെ കൊറിന്തോസിലും റോമാക്കാരുടെ ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്.
അപ്പൊ ഈ വചനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ആൾക്കാര് മറ്റ് മതങ്ങളെ വേർതിരിച്ച് കാണുന്നത്. അവർ പറയണത് എന്താണ്? ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്, നല്ല വ്യക്തമായിട്ട് കാര്യം എഴുതിയിട്ടുണ്ട്. പിശാചുകളുടെയും ദൈവത്തിന്റെയും പാനപാത്രം ഒരേ സമയത്ത് കഴിക്കാൻ പാടില്ല. കണ്ട? അപ്പൊ അതിന്റെ അർത്ഥം ഇന്ന് മറ്റ് മതങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഹിന്ദു മതം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ പ്രസാദം നമ്മൾ കഴിക്കരുത്, അല്ലെങ്കിൽ അവരുടെ പായസം നമ്മൾ കഴിക്കരുത്, അതൊക്കെ ഈ ഇതിൽ പെടും. ഈ വചനത്തിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാണ് ഇവർ പറയണത്. ഈ മൗലികവാദികളുണ്ട്, ഫണ്ടമെന്റലിസ്റ്റ്സ്, അല്ലെങ്കിൽ മതപ്രാന്തന്മാരാണ് ഞാൻ പറയണത്. ഇവന്മാരാണ് ഈ സാധനം ആദ്യം പൊക്കിക്കൊണ്ട് വന്നത്. ഇതേ ബൈബിളിൽ ഇങ്ങനെ ഉണ്ട്, അപ്പൊ ഇനി മുതൽ നമ്മൾ അവരുടെ പരിപാടിക്കൊന്നും പോകരുത്, അവരുടെ സാധനമൊന്നും കഴിക്കരുത്. ഇപ്പൊ ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ഏതെങ്കിലും മതം ആയിക്കോട്ടെ, നമ്മൾ അതൊന്നും പോയി തിന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാർ ഈ സംഭവം ഇറക്കിയത്. എൻ്റെ ഒരു ഓർമ്മയിലൊരു 2005-6 വർഷത്തിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു വരുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതിന്റെ മുമ്പ് വരെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമൊക്കെ എല്ലാവരും വിവേചനമൊന്നും ഇല്ലാതെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇന്നും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു യൂണിറ്റി. അപ്പൊ നമുക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് നോക്കാം. ഈ കൊറിയന്തോസ് അല്ലെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുമ്പോൾ കൊറിയന്തിലെ ആൾക്കാരെ നമ്മൾ കൊറിയന്തോസ് എന്ന് പറയും, അല്ലെങ്കിൽ കൊറിയന്തിയൻസ് എന്ന് പറയും. ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? കേരളൈറ്റ്സ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ തന്നെ കൊറിയന്തിലുള്ള ആൾക്കാരെ നമ്മൾ കൊറിയന്തിയൻസ് എന്ന് പറയും. ഗ്രീസിലൊരു നഗരത്തിന്റെ പേരായിരുന്നു കൊറിയന്ത്. അപ്പൊ അതൊരു സിറ്റി ആയിരുന്നു, കൊറിയന്ത് സിറ്റി ആയിരുന്നു. ആ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാപാര ബിസിനസ്സും കച്ചവടമൊക്കെ നടക്കുന്നത്. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള ട്രേഡ് റൂട്ട്സ് ഒക്കെ ഉള്ളത്. അതായത് ഈ കപ്പൽ വഴിയുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സും പരിപാടിയും എല്ലാം നടക്കുന്നത് കൊറിയന്ത് നഗരത്തിലായിരുന്നു. അപ്പൊ ഇവരുടെ ഈ മതപരമായിട്ടുള്ള ആചാരങ്ങൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് ആഫ്രോഡൈറ്റി എന്ന് പറഞ്ഞൊരു ദൈവത്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. അതൊരു ഗ്രീക്ക് ദേവതയായിരുന്നു, ഗ്രീക്ക് ഗോഡസ് ആണ്. അപ്പൊ ഈ ഗോഡസ് അല്ലെങ്കിൽ ഈ ദേവതന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് പള്ളി ഉള്ളതുപോലെ അല്ലെങ്കിൽ അമ്പലം ഉള്ളതുപോലെ ഇവർക്കും ഒരു പള്ളിയുണ്ട്. അപ്പൊ പള്ളിയുടെ അകത്ത് നടക്കുന്നത് കുർബാനയൊന്നുമല്ല, വേശ്യാവൃത്തിയാണ് നടക്കുന്നത്. ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പല മനുഷ്യരായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുക, അങ്ങനെ അവരുടെ ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക. ഇതാണ് ഇവരുടെ ആചാരങ്ങൾ. കൊറിയന്തോസുകാര് ഒരു 95% ആൾക്കാരും ഈ ദേവതേനായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് നിർത്തലാക്കാൻ വേണ്ടിയാണ് പോളപ്പോസ്തലൻ കൊറിയന്തിലേക്ക് വന്നത്. അവിടെ കർത്താവിന്റെ സുവിശേഷം പറയാനും കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് പോളപ്പോസ്തലൻ ആ നഗരത്തിലേക്ക് പോയത്. പോളപ്പോസ്തലൻ ഇതെല്ലാം ഒരു കത്തിലൂടെയാണ് എഴുതിയത്. കൊറിയന്തോസുകാർക്കുള്ള ലേഖനങ്ങളെല്ലാം ഒരു കത്തിലൂടെയാണ് അത് എഴുതി കൊടുത്തത്. ഗ്രീക്കും റോമിലും കത്തിലൂടെയാണ് എല്ലാ പള്ളികളിലും പോളപ്പോസ്തലൻ എഴുതി കൊടുത്തത്. അപ്പൊ ആ എഴുതി കൊടുത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ബൈബിളിൽ വചനമായിട്ട് കാണുന്നത്. അതിലെന്താ പറയണത്? പിശാചിനെ ആരാധിക്കണ ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ആ കത്തിലൂടെ എഴുതി കൊടുത്ത്. ഈ കൊറിയന്തോസുകാര്, അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഇവര് പല സ്ത്രീകളും പല പുരുഷന്മാരായിട്ടൊക്കെ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിലൂടെ ഉണ്ടാകുന്ന കൊച്ചിനെയൊക്കെയാണ് ഇവര് ദൈവത്തിന് സമർപ്പിക്കണത്. ഇവര് ചെറിയ കുഞ്ഞിന്റെ തല അറുത്തിട്ട് അതിൽ വരണ ചോരയൊക്കെയാണ് ഇവര് സമർപ്പിക്കണത്. അങ്ങനത്തെ ഒരു മാരകമായിട്ടുള്ള ഒരു ആചാരങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളാണെങ്കിൽ ഇവര് ആ പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു സ്ത്രീയായിട്ട് ഈ ഭർത്താവ് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടണം. അപ്പൊ അതിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞായിരിക്കും ഇവർക്ക് ഒരു അനുഗ്രഹമായിട്ട് ഈ ദേവത കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ വൃത്തികെട്ട ആചാരങ്ങളൊക്കെ ആയിരുന്നു അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതുപോലത്തെ ആചാരങ്ങൾ വല്ലതും നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യണതായിട്ട് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, വേറെ മതത്തിലുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണതായിട്ട് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ മൗലികവാദികളുണ്ടല്ലോ, ഇവര് ഇന്നത്തെ മറ്റേ മതക്കാര് കൊറിയന്തിലെ ആൾക്കാര് പോലെ ആണെന്നാണ് പറയണത്. അങ്ങനെ ആണോ ഇല്ലേന്ന് നിങ്ങൾ പറ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ആചാരങ്ങൾ വല്ലതും നിങ്ങളുടെ അയൽക്കാരോ അല്ലെങ്കിൽ വേറെ മതത്തിലുള്ള ആൾക്കാർ ചെയ്യണതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അവര് പിശാചിന്റെ മക്കളാണ് അല്ലെങ്കിൽ അവര് പിശാചിനെ ആരാധിക്കുന്ന ആൾക്കാരാണെന്ന് പറയണത്? ഒരു കോമൺ സെൻസ്, ഒരു സാമാന്യ ബോധം പറഞ്ഞ സാധനം വേണ്ടേ? ഈ പഠിപ്പിച്ചു കൊടുക്കണ അവനൊരു ബോധം വേണ്ടേ? ഇത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്, ആ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യമാണ് ബൈബിളിൽ എഴുതിയേക്കണത്. ഇന്ന് കൊറിയന്തോസുകാർ ചെയ്ത പോലത്തെ ആചാരങ്ങൾ ചെയ്യണ ആൾക്കാരുണ്ട്. അതൊക്കെ ഈ സാത്താൻ സേവക്കാരാണ്. കറുത്ത കുർബാന അങ്ങനെയാണല്ലോ ചെയ്യണത്. ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞിനെയൊക്കെയാണ് അവർ സാത്താനെ സമർപ്പിക്കണത്. ഇതുപോലെ തന്നെ പല മതത്തിലുണ്ട്. നരബലിയുണ്ട് അല്ലെ, പിന്നെ ജിന്നിനെ വെച്ചിട്ട് ഉള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു വേറെ വിഭാഗമാണത്. അത് സാത്താനെ ആരാധിക്കണ ഒരു വിഭാഗമാണത്. അവരെയാണ് നമ്മൾ ഈ ബൈബിളിൽ പറഞ്ഞേക്കണ ആൾക്കാരായിട്ട് കാണേണ്ടത്.
അല്ലാതെ വേറെ മതത്തിലുള്ള സാധാരണ ആൾക്കാരെ അങ്ങനെ കാണരുത്. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകരുത്. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം. എല്ലാവരും ഒന്നാണ്. നിങ്ങളുടെ സ്വന്തം കൂടപ്പിറപ്പ് പോലെ വേണം നിങ്ങൾ കാണാൻ അവരെ. ഈ വചനത്തില് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വചനത്തില് പറയണ കാര്യങ്ങളെല്ലാം നമ്മൾ ആത്മീയമായ രീതിയിൽ വേണം ഉൾക്കൊള്ളാൻ. ഇതിന്റെ ആത്മീയമായ അർത്ഥം വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. ഇപ്പൊ ഈ വചനത്തിൽ പറയണത് എന്താണ്? കർത്താവിന്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും ഒരുമിച്ച് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ് പറയണത്. അതിന്റെ ആത്മീയമായ അർത്ഥം പറഞ്ഞ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പള്ളിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോണുണ്ടെങ്കിൽ മറ്റേ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പാപം ചെയ്തുകൊണ്ടേയിരിക്കണ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. അതാണ് ഈ വചനം ഇന്ന് ആത്മീയമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് പള്ളിയിൽ പോണതും പ്രാർത്ഥിക്കണതും എല്ലാം നല്ല വെടിപ്പായിട്ട് ഒരു സൈഡിൽ നമ്മൾ ചെയ്യുകയും ചെയ്യും, മറ്റേ സൈഡിൽ നമ്മൾ ആൾക്കാരെ ദ്രോഹിക്കുകയും ചെയ്യും. വാക്കിലൂടെയും അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയും നമ്മൾ ആൾക്കാരെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതാണ് ഈ വചനം പറയണത്. ഒരേ സമയത്ത് ദൈവത്തിന്റെ പാനപാത്രവും പിശാചുകളുടെ പാനപാത്രവും കുടിക്കരുതെന്നാ പറയണത്. പിശാചിന്റെ അല്ല, ഒരു പിശാചിനെ പറ്റിയല്ല പറഞ്ഞത്, പിശാചുകളുടെ. ഈ പിശാചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങളാണ്. അതായത് ദേഷ്യം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, ഇതെല്ലാം പിശാചുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഇമോഷൻസ്, അതായത് ഒരാളുടെ ഉയർച്ച കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കുശുമ്പുണ്ടല്ലോ, അസൂയ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവൻ മുടിഞ്ഞു പോട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതെല്ലാം പിശാചുകളാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാൾ കൃഷ്ണന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണതും ശിവന്റെ അടുത്തും പോയി പ്രാർത്ഥിക്കണതും എല്ലാം പിശാചുകളുടെ പാനപാത്രമാണെന്ന് ചിന്തിക്കരുത്. അത് ശുദ്ധ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. കാര്യം കൃഷ്ണനൊന്നും പിള്ളേരുടെ തല വെട്ടി ചോര സമർപ്പിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? അതൊക്കെ സാത്താനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ എല്ലാ മതങ്ങള് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യണത്. ഈ 10 കൽപ്പനകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ല, അത് പാലിച്ചുകൊണ്ടാണ് എല്ലാ മതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ മതങ്ങളും ഈ 10 കൽപ്പന ബേസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ഹിന്ദു മതത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാലും ആരെങ്കിലും കൊല്ലാൻ വല്ലതും പറയുന്നുണ്ട്, അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യണം എന്ന് പറയുന്നുണ്ട്? ഒന്നും പറയണില്ല. ദൈവത്തിലേക്കുള്ള വഴി അതല്ല. അതെല്ലാ മതം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ പാപം ചെയ്യാതെ അല്ലെങ്കിൽ പരിശുദ്ധമായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കാനാണ് പറഞ്ഞേക്കണത്. പക്ഷെ നമ്മള് മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആൾക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം തപ്പി കണ്ടുപിടിച്ചിട്ടും വരും. പക്ഷെ ബൈബിളിൽ ഒരിടത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വചനം ഒന്നും എഴുതിയിട്ടില്ല. കാര്യം ദൈവത്തിന്റെ വചനമാണ്. ദൈവം അങ്ങനെ ഒന്നും ഒരിക്കലും അതുപോലത്തെ ചെറ്റത്തരമൊന്നും കാണിക്കില്ല. അങ്ങനത്തെ ചെറ്റത്തരം മനുഷ്യനെ കാണിക്കുള്ളൂ. അപ്പൊ മനുഷ്യൻ ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് വായിച്ചതിനപ്പോ ഏതൊരുത്തൻ ഇത് വായിച്ചപ്പോ അവന്റെ രീതിയിൽ അവൻ മനസ്സിലാക്കിയെടുത്ത്. അതായത് മറ്റു മതക്കാരെല്ലാം ചെറുത്താന്മാരാണ്, നമ്മുടെ മതം മാത്രമേ ഉള്ളൂ നല്ല മതം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വചനം അവൻ മനസ്സിലാക്കിയെടുത്തത്. എന്നിട്ട് അത് അവൻ എല്ലാവരുടെ പോയി പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാൻ തുടങ്ങി. നമ്മുടെ മനുഷ്യർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രൂപ്പിസം അല്ലെ? കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റേ ഗ്രൂപ്പായിട്ട് തല്ലുടിക്കുക, ഈ പരിപാടിയാണ്. കർത്താവ് പറഞ്ഞേക്കുന്നത് എല്ലാവരും ഒരുമിച്ച് വേണം ജീവിക്കാൻ, സന്തോഷത്തോടെ വേണം ജീവിക്കാൻ. അവിടെ ഒരു വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ആർക്കും കർത്താവിനെ വേണ്ട, എല്ലാവർക്കും പോളപ്പോസ്റ്റലിനെ മതി. കർത്താവ് എല്ലാവരോടും സ്നേഹിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ആ പോളപ്പോസ്റ്റലിന്റെ വചനം എടുത്ത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. ഈ സംഭവം ഒന്നാമത്തെ കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്രം എന്താണെന്ന് ആദ്യം പഠിക്കുക. ബൈബിള് വെറുതെ അങ്ങനെ വായിച്ചു പോകരുത്. ഇത് കൊറിയന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് കൊറിയന്തോസ്, അല്ലെങ്കിൽ എന്താണ് കൊറിയൻസ്, അല്ലെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം എന്നൊക്കെ പറയുമ്പോൾ ഈ റോമാക്കാര് ഇത് എന്താണ്, ആരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഈ ഒരു അധ്യായത്തിൽ വന്നത് എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. അതിന്റെ ഉറവിടം വരെ നമ്മൾ അന്വേഷിച്ച് പോകണം. ചുമ്മാ ബൈബിള് വായിക്കരുത്. അപ്പൊ ആ ചരിത്രം നമ്മൾ പഠിക്കണം. അന്നത്തെ ജൂതന്മാരുടെ സ്വഭാവ ശൈലികൾ വരെ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പൊ അന്ന് ഇസ്രായേൽ ജനങ്ങൾ അല്ലെങ്കിൽ ജൂതന്മാരായിരുന്നു ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും സാത്താനെ ആരാധിക്കണ ഒരു വിഭാഗമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് ആർക്കും അറിയില്ല, ലോകത്തിനൊന്നും അറിയില്ല ഈ ക്രിസ്തു പറഞ്ഞ ആള് ആരാണെന്നും പോലും അറിയില്ല. ക്രിസ്തു മരിച്ചതിന് ശേഷവും ആൾക്കാർക്കൊന്നും അധികം അറിയില്ലായിരുന്നു. അതപ്പൊ അന്ന് നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് അദ്ദേഹം പറയണത്. അപ്പൊ അത് എന്തിനാണ് ബൈബിളിൽ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കത്തുകൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. 1-ാം നൂറ്റാണ്ടില് 53 അല്ലെങ്കിൽ 55 AD വർഷത്തിലാണ് ഇത് എഴുതുന്നത്. ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ കത്തുകളെല്ലാം ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആൾക്കാർ വീണ്ടും ആ സാത്താനെ ആരാധിക്കുന്ന പരിപാടിയിലേക്ക് തിരിച്ചു പോകും. അതായത് ഈ ചോരക്കളികളും ലൈംഗികതയും വെച്ചുള്ള പരിപാടികൾ. അതുകൊണ്ടാണ് ബൈബിളിൽ ഇത് ഉൾപ്പെടുത്തിയത്. ഇത് ആൾക്കാരുടെ തലയിൽ കയറണം. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്നതെല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം.
ഈ ജനങ്ങളോട്. മനസ്സിലായില്ലേ? അപ്പൊ അന്ന് ജൂതന്മാര് മാത്രമുള്ളൂ ക്രിസ്ത്യാനികളായിട്ട് ഉണ്ടായത്. ബാക്കി എല്ലാവരും സാത്താൻ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് അവര് വിജാതീയർ എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് നിങ്ങൾ കാണുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേറെ മതക്കാരും അവരല്ല വിജാതീയർ. ആൾക്കാർ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചേക്കുന്നത്. മറ്റു മതത്തിലുള്ള ആൾക്കാരൊക്കെയാണ് വിജാതീയർ. വിജാതീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ആകെ ജൂതന്മാര് മാത്രമുള്ളൂ ക്രിസ്ത്യാനികളായിട്ട് ഉണ്ടായത്. മനസ്സിലായില്ലേ? ബാക്കി എല്ലാവരും സാത്താൻ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ ചുറ്റും നിങ്ങളുടെ അയൽക്കാരെല്ലാവരും കൊച്ചുങ്ങളുടെ തലയൊക്കെ അറുത്ത് ചോരയൊക്കെ സമർപ്പിക്കുന്ന പരിപാടിയും, അല്ലെങ്കിൽ മാംസം തിന്നണ പരിപാടിയും, അല്ലെങ്കിൽ പരസ്പരം പല പുരുഷന്മാരും സ്ത്രീകളായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമൂഹം. ആ സമൂഹത്തിന്റെ നടുക്കാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളുടെ വീടിന്റെ ചുറ്റും മൊത്തം ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഇറങ്ങിത്തിരിക്കും. നിങ്ങൾ ഇറങ്ങിയിട്ട് അവരോട് പറയും ഇങ്ങനെ ചെയ്തത് തെറ്റാണ്. അപ്പൊ നമ്മൾ ക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുത്തിട്ട് അത് ഇവര് ചെയ്യണത് തെറ്റാണെന്ന് നമ്മുടെ അയൽക്കാരോട് എല്ലാരോടും നമ്മളത് പറഞ്ഞു നടക്കും. എന്നിട്ട് തിരിച്ച് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും. ദൈവം പുത്രന്റെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ പേര് ക്രിസ്തു ആയിരുന്നു എന്ന് നമ്മൾ പറയും. ക്രിസ്തു ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചത്, ഇത് ചെയ്യരുത്, ഇത് നിങ്ങൾ നാശത്തിലേക്ക് പോവുള്ളൂ എന്ന് നമ്മൾ ഇറങ്ങിത്തിരിക്കും. അത് നമ്മൾ വെറുതെ ഒന്ന് പറഞ്ഞു പോവില്ല. കാര്യം ഒരു തവണ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവരത് കേട്ടിട്ട് ശരി ഞങ്ങൾ നല്ല ആൾക്കാരായെന്ന് പറയും. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അവർ വീണ്ടും തിരിച്ച് ആ പരിപാടിയിലേക്ക് പോകും. അപ്പൊ അത് പോവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയല്ല ദൈവത്തിനെ ആരാധിക്കുന്നത്, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലായിടത്തും പറഞ്ഞു നടക്കും. നമ്മൾ ഫ്ലെക്സ് അടിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മളത് ചെയ്യും. അവരെ തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇതിനെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇറക്കും. അല്ല, അവരുടെ വീട്ടിൽ പോയി നമ്മൾ ഒരു ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കും. ഇത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഒരാഴ്ച പോയിട്ട് പിന്നെ ചെയ്തില്ലെങ്കിൽ ഇവർ വീണ്ടും തിരിച്ച് ആ ഒരു പരിപാടിയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ പോവാതിരിക്കാനാണ് പൗലോസ് അപ്പോസ്തലന്റെ കത്തുകളെല്ലാം ഈ ബൈബിൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ അത് ആൾക്കാരുടെ തലയിൽ കയറണമെങ്കിൽ കുറെ നൂറ്റാണ്ടുകൾ പിടിക്കും. 1-2 നൂറ്റാണ്ടിനുള്ളിൽ ആൾക്കാർ അതിലൊക്കെ മാറി തിരിച്ച് അവര് ദൈവത്തിലേക്ക് വരും എന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് അത് ബൈബിൾ ഉൾപ്പെടുത്തിയത്. പക്ഷെ ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടില് ആ ഒരു സംഭവം ഇല്ല. നമ്മുടെ ചുറ്റുള്ള അയൽക്കാരാണെങ്കിലും നമ്മുടെ സമൂഹമാണെങ്കിലും അങ്ങനെ ഇല്ല. പക്ഷെ ചില വിഭാഗത്തിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ഈ കറുത്ത കുർബാനയൊക്കെ ചെയ്യണ ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് പൗലോസ് അപ്പോസ്തലൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുള്ളൂ, എടാ കറുത്ത കുർബാനയും ആ പരിപാടിയിലൊന്നും പോകരുത്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ടല്ലോ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യരുത്. അത് ഏത് മതത്തിലാണെങ്കിലും നിങ്ങൾ ആ പരിപാടിക്ക് പോകരുത്. നിങ്ങൾ ആ 10 കൽപ്പനകൾ ഉണ്ടല്ലോ അത് പാലിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല മനുഷ്യരായിട്ട് നിങ്ങൾ ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ മറ്റേ മനുഷ്യരെ വിജാതീയരായിട്ടൊന്നും കാണരുത്. അതൊക്കെ എന്റെ കാലഘട്ടത്തിലാണ് ഞാനത് പറഞ്ഞത്. ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിജാതീയരായിരുന്നു മൊത്തം. അതായത് സാത്താൻ ആരാധിക്കുന്ന ആൾക്കാരായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. ഇന്ന് നിങ്ങൾ ഇതിന്റെ ആത്മീയ അർത്ഥം മാത്രം എടുത്താൽ മതി. ബൈബിൾ മൊത്തത്തില് ആത്മീയ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ആ കാലഘട്ടത്തില് എന്താണ് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, വിജാതീയരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. പക്ഷെ അത് ഇന്ന് നമ്മൾ അതിന്റെ ആത്മീയ അർത്ഥമാണ് എടുക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ആത്മീയമായ രീതിയിൽ മാത്രം എടുക്കാൻ പാടുള്ളൂ ഈ ബൈബിള് മൊത്തത്തില്. ഇത് പൗലോസ് അപ്പോസ്തലൻ തന്നെ തെളിയിക്കുന്നുണ്ട്. ഗലാത്യരുടെ ലേഖനത്തില് 4-ാം അധ്യായം 22 തൊട്ട് 24 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അതില് പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അബ്രാഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസിയിൽ നിന്ന്, ഇതരൻ സ്വതന്ത്രയിൽ നിന്ന്. ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായ് മലയിൽ നിന്നുള്ളവൾ, അവൾ ദാസിവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു, അവളാണ് ഹാഗാർ. അപ്പൊ പോൾ അപ്പോസ്തലൻ ഇതിന്റെ ആത്മീയമായ അർത്ഥമാണ് പറഞ്ഞേക്കണത്. അപ്പൊ ഈ ഹാഗാറും സാറയും അതിന്റെ ഒരു ആത്മീയമായ അർത്ഥമാണ് നമ്മൾ കാണേണ്ടത്. ഈ 2 ഉടമ്പടികളുടെ കാര്യം പറയുന്നുണ്ട്. അതിൽ ഹാഗാറിനെ പഴയ ഉടമ്പടി അല്ലെങ്കിൽ പഴയ നിയമത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പുതിയ നിയമത്തിനെയാണ് അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയെയാണ് സാറേനെ പ്രതിനിധീകരിക്കുന്നത്. അതായത് പുതിയ നിയമം ക്രിസ്തുവിടെ കൃപയിലൂടെയാണ് നിത്യജീവൻ നമ്മൾ പ്രാപിക്കുന്നത്. പഴയ നിയമം അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ആത്മീയമായ അർത്ഥം. എല്ലായിടത്തും ബൈബിളിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെ വേണം നമ്മൾ കാണാൻ. ബൈബിളിലെല്ലാം സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആത്മീയ അർത്ഥങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് അങ്ങനെ പറയാൻ കാരണം. കുറെ ഉദാഹരണങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ കുറെ വചനങ്ങൾ ഞാൻ ആത്മീയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. നമ്മളെന്താ വിചാരിച്ചേക്കണം, അത് സാധാരണ ഒരു വചനമാണ്. അന്ന് യേശു കുറെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ആ അത്ഭുതത്തിന്റെ പിന്നിൽ കുറെ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാതെ യേശു വലിയ മാജീഷ്യനാണ്, മാജിക്കാരനാണ്, അങ്ങനെയല്ല നമ്മൾ നോക്കി കാണേണ്ടത്. ഇതിൽ പോൾ അപ്പോസ്തലൻ സ്വർഗരതിയെ കുറിച്ചും പറയുന്നുണ്ട്. ഹോമോസെക്ഷുവാലിറ്റി, അതായത് ഗേ, ലെസ്ബിയൻസ്, ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനത്തെ ആൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. അവരൊന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ അന്ന് കൊറിയൻസ് അല്ലെങ്കിൽ കൊറിയന്തോസുകാര്
ഇങ്ങനെയൊക്കെ സ്വർഗരതിയിലൊക്കെ ഏർപ്പെട്ടിട്ടാണ് ദൈവത്തിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അതുകൂടാതെ നോൺ കൺസെൻഷ്വൽ അല്ലെങ്കിൽ സമ്മതമില്ലാത്ത ലൈംഗികതയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതായത് റേപ്പ്, പീഡനങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹോമോസെക്ഷൽസ് അവര് സുഖമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരെ ഉപദ്രവിക്കാതെ അവർ സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നും അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ പാപികളാണ്, അവരൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്നൊക്കെയാണ് പറയണത്. അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ബൈബിളിൽ അതല്ല ഉദ്ദേശിച്ചത്, അവരല്ല ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സോഡോം ഗൊമോറയില് നടന്ന സംഭവം ഒന്നും അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞേക്കണത്. അവിടെ ഇങ്ങനെ കുറെ പീഡനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഹോമോസെക്ഷൽസ് ആയിട്ട് മാത്രമല്ല, ബെസ്റ്റിയാലിറ്റി പറഞ്ഞൊരു പരിപാടിയും നടക്കുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ലൈംഗികത, ആ പരിപാടികളൊക്കെ അവിടെ നടക്കണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത നോർമൽ ആൾക്കാർ, സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഹെട്രോസെക്ഷൽസ്, അതായത് നമ്മളെല്ലാവരും സ്ട്രെയിറ്റ് ആണല്ലോ, നമ്മളെ പോലത്തെ ആൾക്കാരും ഇതുപോലത്തെ പല ആൾക്കാരായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് അതും പീഡനങ്ങളാണ്. അങ്ങനെ വന്നപ്പോഴാണ് പിതാവ് സോഡോം ഗൊമോറയിലൊക്കെ തീയിട്ട് നശിപ്പിച്ച് കളഞ്ഞത്. പക്ഷെ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഹോമോസെക്ഷൽസ് ആണെങ്കിലും അവരാരെയും ദ്രോഹിക്കാതെ അവര് പരസ്പരം സമ്മതത്തോടെയാണ് അവർ ജീവിക്കുന്നത്. അത് ഗേസ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും ആരായിക്കോട്ടെ, അവരെ നിങ്ങളെ ആരും ഉപദ്രവിക്കാനും വന്നിട്ടില്ല, നമ്മൾ അവരെ ഉപദ്രവിക്കാനും പോകാനും പാടില്ല. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു കോമൺ സെൻസ് മതി, സാമാന്യ ബോധം മതി. ഇംഗ്ലീഷ് പടങ്ങളുണ്ടല്ലോ, ഹോളിവുഡ് പടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മലയാളം പടങ്ങളാണെങ്കിൽ പോലും ഒരു 10-50 തവണ ഇരുന്ന് കാണും. ഒരു ഉദാഹരണം പറയണമെങ്കിൽ ഇന്റർസ്റ്റെല്ലാർ അല്ലെങ്കിൽ ഇൻസെപ്ഷൻ പോലത്തെ കുറെ പടമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞൊരു സംവിധായകന്റെ പടമാണ്. അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്. അപ്പൊ അത് അദ്ദേഹം ഭയങ്കര ഒന്നും മനസ്സിലാവാത്ത രീതിയിലൊക്കെയാണ് പടം എടുത്തു വെച്ചേക്കണത്. പക്ഷെ അത് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു 10-12 അല്ലെങ്കിൽ 20-100 തവണയൊക്കെ കാണണം ആ പടം. ഇത് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഈ സിനിമയിൽ ആഴത്തിൽ കുറെ അർത്ഥങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറെ തവണ ഇരുന്ന് കാണണം. അപ്പൊ അതൊക്കെ നമ്മുടെ പിള്ളേർക്ക് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു 10-50 തവണയൊക്കെ ഇരുന്ന് കണ്ട് നമ്മളും പോലും ചിന്തിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഇവർ കണ്ടുപിടിക്കും. ഇങ്ങനെ ഒരു സീനിൽ ഇങ്ങനെ ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സംവിധായകൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കണതൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറെ പേര് വന്ന് പറഞ്ഞിട്ട് ഞാൻ എട്ടിപ്പോയിട്ടുണ്ട്. വേറൊരു ഉദാഹരണം പറയണമെങ്കിൽ ലിയോ പറഞ്ഞിട്ടൊരു പടം വിജയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പടത്തില് കുറെ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. എന്റെ ഒരു സുഹൃത്ത് 20 തവണയൊക്കെ ആ പടം പോയി കണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കണം, ഇവന് ഇത്രയും ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഇത്രയും പരിശ്രമം അവൻ ആ സിനിമക്ക് കൊടുക്കണമെങ്കിൽ അവൻ എന്തുകൊണ്ട് അതിന്റെ പകുതിയുടെ പകുതി ബൈബിളിൽ കൊടുത്തുകൂടാ? പക്ഷെ ഇന്നത്തെ പിള്ളേർ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണില്ല. അവരെല്ലാരും നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ മൗലികവാദികൾ തന്നെയാണ്. ഇവരാണ് ഈ തെറ്റായ രീതിയിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പാടില്ല, അവര് പാപികളാണ്, അവർ ചെറുത്താന്മാരാണ്. മതങ്ങൾ തമ്മിലുള്ള വിവേചനവും കാര്യങ്ങളൊക്കെ ഇവര് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്നത്തെ തലമുറ നിരീശ്വരവാദികളായത്. കാര്യം അവര് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ മറ്റേ മനുഷ്യരെ വെറുക്കാനാണ് പറയണത്, അല്ലെങ്കിൽ അവരെല്ലാവരും വേറെ ഏതോ ഒരു ദൈവത്തിന്റെ സന്തതികളാണെന്ന രീതിയിലൊക്കെയാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇന്നത്തെ പിള്ളേര് നിരീശ്വരവാദികളായിക്കൊണ്ടിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഒരിടത്തും ഒരാളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഒരാളെ വെറുക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ സ്കൂളിലൊക്കെ ശബരിമലക്ക് പോണ പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ എന്റെ ക്ലാസ്സിലും എന്റെ സുഹൃത്തുക്കളും അങ്ങനെ കുറെ പേര് മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോണ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് പൈസ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയടാ, നീ മറ്റേ അരവണ പായസം കൊണ്ടുവരണം, ഒരു ടിന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ട് നീ കൊണ്ടുവരണം എന്ന് ഞാൻ അവർക്ക് പൈസ കൊടുത്ത് ഞാൻ വിടും. തിരിച്ചു വരുമ്പോൾ അവരെനിക്ക് ടിന്നൊക്കെ കൊണ്ടുവരും. പിന്നെ അതല്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അവർ വേറെ ടിന്നും കൊണ്ടുവരാറുണ്ട്. ഞാൻ മറ്റേ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ഒരെണ്ണം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന് തിന്നണ ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ മേടിച്ചിട്ട് ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ അമ്മ മറ്റേ ബാഗില് ടിഫിൻ ബോക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ ഈ അരവണ പായസം കണ്ട്. അപ്പൊ ആ ഒരു പ്രാവശ്യം കണ്ടപ്പോ അമ്മ ഭയങ്കരമായിട്ട് നെട്ടിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എടാ ഇനി ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരരുത്, ഇനി ഇത് കഴിക്കരുത്. അപ്പൊ സംഭവം പറയണെങ്കിൽ എന്റെ അമ്മച്ചി ഏതോ ധ്യാനം കൂടി. അപ്പൊ ആ ധ്യാനത്തില് എന്തോ അച്ഛനാ ബ്രദർ എന്തോ ഇത് കഴിക്കരുത്, ഇത് പിശാചിന്റെ സംഭവമാണ്, ഇത് പൂജിച്ച സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട്. അപ്പൊ അമ്മച്ചി അത് വിശ്വസിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും വർഷം കഴിച്ചോണ്ടിരിക്കുകയല്ലേ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ്, ഇത്രയും വർഷം കഴിച്ചതിന്റെ പാപം നീ കുമ്പസാരിച്ച് തീർക്കണം. ഞാൻ പറഞ്ഞു, എന്ത് പാപം? ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപിയായി പോവാന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് പൂജിച്ച സാധനമാണ്, നമ്മൾ അതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് ഒരു 2005-6 സംഭവിക്കണത്. ഇപ്പൊ എനിക്ക് 30 വയസ്സ് കഴിഞ്ഞ്. ഞാനപ്പൊ എന്റെ അമ്മച്ചീനോട് ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മളിത് കഴിക്കണില്ല, ശരി സമ്മതിച്ച്, നമ്മൾ നിർത്തിയത്. അപ്പൊ ബാക്കി പിള്ളേർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കും അത് ബാധിക്കൂലേ? അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എടാ അത് അവര് കഴിച്ചോട്ടെ, അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല അവർക്കും അത് ബാധിക്കുമല്ല, ഈ പൂജ ചെയ്ത സാധനം നമ്മൾ കഴിച്ചാലും നമ്മുടെ ഉള്ളിൽ ബാധ കയറും എന്നാണല്ലോ ധ്യാനത്തിൽ പറഞ്ഞത്. അപ്പൊ അവരുടെ ഉള്ളിലൊക്കെ ബാധ കയറില്ലേ? അപ്പൊ നമ്മളത് പോയി അവരോട് പറയണ്ടേ, അത് കഴിക്കണ്ടെന്നൊക്കെ പറയണ്ടേ? അപ്പൊ അമ്മ പറഞ്ഞ, അതൊന്നും വേണ്ട, അവരുടെ മതത്തിൽ അവരങ്ങനെ കഴിച്ചോട്ടെ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിക്കാൻ തീർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി
പിന്നെ ഞാൻ അത് കഴിച്ചില്ല, ഞാൻ നിർത്തിയത്. അങ്ങനെ വേറൊരു ദിവസം ഇതുപോലെ വേറൊരു ബ്രദറിന്റെ അടുത്ത് എന്തോ ധ്യാനത്തിന് പോയി. അപ്പോ ഒരു പ്രായമുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഒരു 60 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ബ്രദറിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് പിന്നെ എല്ലാ അമ്മമാരുടെ ഒരു പരാതി ഉണ്ടല്ലോ, അതായത് ഇവൻ പഠിക്കണില്ല, മാർക്കില്ല, ബ്രദറെ ഇവനൊന്ന് തലതൊട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ ബ്രദർ തലതൊട്ട് പ്രാർത്ഥിച്ച് കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് ബ്രദർ പറഞ്ഞു, ഇവന്റെ കൂടെ ഒരു ബാധ ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ബാധ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി അത് ഞെട്ടിപ്പോയി. അമ്മച്ചി പറഞ്ഞു, അയ്യോ ബ്രദറെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പൊ ബ്രദർ പറഞ്ഞു, ഇവന് പ്രാർത്ഥന ഒന്നുമില്ല, ഇവന് പ്രാർത്ഥിക്കണം എന്നാലേ ആ ബാധ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ വീട്ടിലെത്തിയപ്പോ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ ഈ അരവണ പായസം കഴിക്കണതൊക്കെ നിർത്തിയില്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ബാധ കയറുന്നത്? അപ്പൊ അമ്മ പറയാണ്, അതൊന്നും എനിക്കറിയില്ല, ബ്രദർ ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനാണ്, ദർശനത്തിലൂടെ കർത്താവിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയണതെല്ലാം കാര്യമായിരിക്കും, ഒരിക്കലും അങ്ങനെ പറ്റിക്കാൻ വേണ്ടി ഒന്നും പറയൂല, ശരിക്കും ഒരു ബാധേനെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. പിന്നീട് ഞാൻ അടുത്ത തവണ എന്റെ കൂട്ടുകാരൻ ശബരിമലക്ക് പോണ സമയത്ത് ഞാൻ 2 ടിന്നിന്റെ പൈസയാണ് ഞാൻ കൊടുത്തത്. ഞാൻ പറഞ്ഞടാ 2 ടിന്ന് കൊണ്ടുവരണം, ഈ പ്രാവശ്യം ഒന്നാക്കണ്ടേ, 2 ആക്കിക്കോ, ലാവിഷ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 അടിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്താലും ഈ മൗലികവാദികൾ പറയണനുസരിച്ച്, ഈ മതപ്രാന്തന്മാര് പറയണനുസരിച്ച് നിങ്ങൾ ഏത് രീതി ജീവിച്ചാലും ഇവര് കുറ്റം കണ്ടുപിടിക്കും. ബാധ പറഞ്ഞ സാധനം ഉറപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. നിങ്ങൾ എത്ര നല്ലവനായാലും ഇവര് പറയും നിങ്ങളുടെ ഉള്ളിൽ ബാധ ഉണ്ടെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ പിള്ളേര് ദൈവത്തിനെ വെറുത്ത് നിരീശ്വരവാദികളായി മാറുന്നത്. ഇതില് നമ്മുടെ പിള്ളേര് ദൈവത്തിനെയാണ് വെറുക്കുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ കാര്യത്തിൽ ദൈവത്തിനൊരു പങ്കില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇതെന്താ ഇങ്ങനെ ഒരുമാതിരി നമ്മളിങ്ങനെ കൂട്ടിലിട്ട കിളിയുടെ ഒരു അവസ്ഥയാണ്. നമുക്ക് ഒരിടത്തും പോകാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ബാധയാണെന്നൊക്കെ പറയണ ഒരു അവസ്ഥയിലൂടെ കടന്നു പോണ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ, ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ സ്വയം ബൈബിൾ വായിച്ച് തുടങ്ങണത്. എനിക്ക് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ അറിയണം. അങ്ങനെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വട്ട് ദൈവത്തിനല്ലെന്ന്, മനുഷ്യർക്കാണ് വട്ടെന്ന് മനസ്സിലായത്. ഞാൻ ഈ അരവണ പൈസവും പ്രസാദവും എന്ത് ഞാൻ കിട്ടിയാലും കഴിക്കും. എനിക്ക് സന്തോഷത്തോടെ ഒരാൾ തന്നു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. എന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ അമ്മമാരൊക്കെ എനിക്ക് തരും. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും, ഈ പ്രസാദം നമ്മൾ കഴിക്കാൻ പാടില്ല, നമുക്കും വിശുദ്ധ കുർബാനയില്ലേ, അത് നമ്മൾ ആർക്കും കൊടുക്കണില്ല തിന്നാൻ, പിന്നെ നമ്മൾ എന്തിനാ അവരുടെ പായസം അല്ലെങ്കിൽ പ്രസാദം കുടിക്കാൻ പോണത്? അവരുടെ കുടുംബത്തിന് വേണ്ടി കഴിക്കാനുള്ള പ്രസാദമൊക്കെ ഉണ്ട്, അതൊരിക്കലും പുറത്ത് ജനങ്ങൾക്ക് കൊടുക്കൂല. ഇവര് കൊടുക്കുന്ന പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ട് ബ്ലസ് ചെയ്ത ഒരു ഫുഡാണ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന രീതിയിൽ അനുഗ്രഹിച്ച് തരുന്ന ഒരു പ്രസാദമാണത്. അതിപ്പോ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ടല്ലോ, നേർച്ച കഞ്ഞി അല്ലെങ്കിൽ നേർച്ച പായസം. ആ നേർച്ച കഞ്ഞി ആർക്ക് വേണമെങ്കിൽ കുടിക്കാമല്ലോ. അതുപോലെ തന്നെയാണ് ഈ പ്രസാദവും. പ്രസാദം എന്ന പേരിന്റെ അർത്ഥം തന്നെ ബ്ലെസ്ഡ് ഫുഡ് എന്നാണ്, അതായത് അനുഗ്രഹിച്ച ഭക്ഷണം. ഇത് കഴിച്ചിട്ട് നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതില്. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. ഇനിയിപ്പോ കുറെ പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അവര് പറയും, ഇല്ല ബ്രദറെ അതിലുണ്ട് നെഗറ്റീവ് ഉണ്ട് അല്ലെങ്കിൽ ബാധയുണ്ട് എന്നൊക്കെ പറയും. ആ ബാധ വന്ന് എന്നെ പിടിച്ചിട്ട് പോണെങ്കിൽ പിടിച്ചിട്ട് പോയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിച്ച് ഞാൻ മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ. കാര്യം മരണത്തെ തോൽപ്പിച്ച അവനിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചേക്കണത്. ഈശോ പീഡനങ്ങളൊക്കെ സഹിച്ച് മരിച്ച് ഉയർത്തി എഴുന്നേറ്റ ദൈവമാണ്. അപ്പൊ അദ്ദേഹം നമ്മളോട് പറയണേ, എടാ ഈ മരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, ഇതൊക്കെ ഇത്ര ഓള്, മരണം കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ട്, അതാണ് ശരിക്കുള്ള ജീവിതം. മനസ്സിലായില്ല? അപ്പോ ഇത് പേടിച്ചാണ് എല്ലാരും ജീവിക്കണത്. ചാവണമെങ്കിൽ ചാവട്ടെ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പേടിക്കണത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അങ്ങനെ നിങ്ങൾ പേടിക്കണുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിലല്ല വിശ്വാസം അർപ്പിച്ചേക്കണത്. വേറൊരു കമന്റും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതില് ഒരു കുട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു, ബ്രദറെ ഞാനിങ്ങനെ ഹിന്ദു മതത്തിലുള്ള ഒരാളാണ്, ഞാൻ കർത്താവിലാണ് വിശ്വസിക്കണത്, അപ്പോ ഞാൻ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കർത്താവ് എന്നെ വെറുക്കോ, അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോണോ, ബ്രദറിന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തു, അമ്പലത്തിൽ ധൈര്യമായിട്ട് പോയിക്കോ, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാര്യം യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി ആവണം എന്നൊന്നും നിർബന്ധമില്ല. ഈശോ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈശോക്ക് മതം അല്ലെങ്കിൽ ക്രിസ്തീയ ആചാരങ്ങളിലൂടെ മാത്രമേ ഞാൻ നിങ്ങളെ സ്വീകരിക്കുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഈശോയുടെ സ്നേഹം അൺകണ്ടീഷണൽ ആണ്, സെൽഫ്ലെസ് ലവ് ആണ്. നിങ്ങൾ എവിടെ ഏത് മതത്തിലുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ ഈശോയില് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഈശോ കേൾക്കും. പിന്നെ ഈ അമ്പലം ഒന്നും എന്താണ് നിങ്ങൾ മുടിഞ്ഞു പോകാൻ വേണ്ടി ഒന്നല്ല ഉണ്ടാക്കി വെച്ചേക്കണത്. അതൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഈ അമ്പലവും പള്ളിയും. എല്ലാവരും പ്രാർത്ഥിക്കാനാണ് വരുന്നത്.
നല്ലത് വരാൻ വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആ ഒരു ഊർജം, ആ ഒരു എനർജി അവിടെ എന്നും ഉണ്ടാവും. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ട്. അദ്ദേഹം ഹിന്ദു മതത്തിലുള്ള ഒരു ആളാണ്. അപ്പോ അദ്ദേഹം എല്ലാം ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന ദൈവം അങ്ങനൊന്നും ഇല്ല. അദ്ദേഹം ഒരു കൃഷ്ണ ഭക്തനാണ്. ഈശോയില് വിശ്വസിക്കുന്നുണ്ട്. ഈശോ ദേവനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ്. മനസ്സിലായില്ല, എല്ലാം സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹം അങ്ങനെ ഒരു ദിവസം ഒരു പൂജാരിന്റെ അടുത്ത് ഈ ശത്രു സംഹാര പൂജ ചെയ്യാൻ വേണ്ടി പോയി. അതായത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പൂജ, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. അപ്പൊ അവിടെ പൂജാരി ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പൂജാരി പറഞ്ഞു, നിങ്ങൾ കണ്ണടച്ച് ഇഷ്ടമുള്ള ഒരു ദേവനെ കുറിച്ച് മനസ്സിൽ ധ്യാനിച്ച് ഇരിക്കുക. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം കണ്ണടച്ച് ഇങ്ങനെ ഒരു ദേവനെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പൂജാരി പൂജയൊക്കെല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മീതെ ആ ഒരു സംരക്ഷണം ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചപ്പോ അത് ഏക്കണില്ലായിരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് കൊടുക്കുന്നത്. അത് കൊടുത്തിട്ട് അത് ഏക്കണില്ല. ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി നെഗറ്റീവ് എനർജി ഇട്ട് നോക്കിയപ്പോ ഒന്നും ഏക്കണില്ല. ഒരു സാധനം ആ ചേട്ടന്റെ മീതെ പ്രവർത്തിക്കണില്ല. അപ്പോ ഇദ്ദേഹത്തിന് ഒരു സംശയം വന്നു, ഇതെന്താ ഇങ്ങനെ? അപ്പൊ ഇദ്ദേഹം ചോദിച്ച്, അതായത് നിങ്ങളോട് ഞാൻ ഒരു ദേവനെ കുറിച്ച് ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആരെയാണ് നിങ്ങൾ മനസ്സിൽ ധ്യാനിച്ചത് എന്ന് ചോദിച്ചപ്പോ ഞാൻ യേശുദേവനെയാണ് മനസ്സിൽ ധ്യാനിച്ചത്. അപ്പൊ തന്നെ പുള്ളി ഇത് കേട്ടപ്പോ തന്നെ വെറുതെ അല്ല, ഒന്നും ഏക്കണില്ല, നിങ്ങൾക്ക് സംരക്ഷണം കിട്ടിക്കഴിഞ്ഞ്, അത് ഉണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഈ പൂജയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ആ പൂജാരിക്ക് വരെ അറിയാം യേശുദേവന്റെ ഒരു ശക്തി എന്താണെന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഒരു അനുഗ്രഹം വേറെ തന്നെയാണ്. ഈ ചേട്ടൻ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും പുള്ളി ക്രിസ്ത്യൻ മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടൊന്നും മാറിയില്ല. അദ്ദേഹം ഇപ്പോഴും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചേച്ചീനെ എനിക്കറിയാം, എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. പുള്ളിക്കാരത്തി ഇതുപോലെ തന്നെയാണ്, ഹിന്ദു മതത്തിലുള്ള സ്ത്രീയാണ്. പക്ഷെ ഈ പുള്ളിക്കാരത്തി എല്ലാ ദിവസം 3 മണിക്ക് കഴിഞ്ഞിട്ട് കരുണാകൊന്ത ചൊല്ലും. അങ്ങനെ ചൊല്ലി അവസാനം ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ട്, പുള്ളിക്കാരത്തി ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്, രൂപമല്ല, ഒരു വെളിച്ചം വന്നിട്ട് അതിലൂടെ ശബ്ദമാണ് വന്നത്, ഈശോയുടെ ശബ്ദം. അപ്പൊ ഈശോ ഇങ്ങനെ പറയായിരുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നാണ് ഈശോ പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് കൊണ്ട് പുള്ളിക്കാരത്തി പിന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന് അല്ലെങ്കിൽ മതം മാറി അങ്ങനെ ഒരു പരിപാടി ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ അതിന് നിങ്ങൾ ഈ മതത്തിലേക്ക് വരണമെന്നൊന്നുമില്ല. ഈശോയുടെ ഒരു സ്നേഹം അതാണ്. വേറെ മതത്തിലുള്ള ആൾക്കാർ ഇത് കാണണമെങ്കിൽ ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾ വിളിച്ച അപ്പം തന്നെ വരും ഈശോ. നിങ്ങൾ വിളിക്കുമ്പോഴാണ് പെട്ടെന്ന് വരുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ വേറെ മതത്തിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ദർശനം കിട്ടിയിട്ടുള്ളത്. അവരായിട്ടും ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു അനുഭവം എനിക്ക് നേരിട്ട് അങ്ങനെ കേൾക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരാൾക്ക് ഭൗതികമായ ഉയർച്ചകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അയാളെ ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ഭൗതിക ഉയർച്ചകൾ ആർക്ക് വേണമെങ്കിലും ലഭിക്കാം. പക്ഷെ ഇതുപോലെ ബൈബിളിലെ വചനങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആത്മീയ ബോധം ഒരാൾക്ക് ഉണ്ടായാലാണ് നമ്മൾ അയാളെ ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനാണെന്ന് പറയണത്. ഈ ബൈബിളിന്റെ കാര്യം വിട്, ഒരു സാമാന്യ ബോധം അത് ആർക്കും ഇല്ല ഇന്നത്തെ കാലത്ത്. ചെറിയ കാര്യത്തിന് വരെയൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് വയലന്റ് ആവണതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നിസ്സാര കാര്യമായിരിക്കും, എന്തിനാണ് ഇവർ ഇങ്ങനെ ചൂടാവണത് വരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറെ ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും. അപ്പൊ ഇതെല്ലാം മാറ്റിയിട്ട് സമാധാനത്തോടെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റിയാൽ, അയാളുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും അയാൾ സമാധാനത്തോടെ ഇരുന്നാൽ, നമ്മുടെ കയ്യിൽ ഇപ്പൊ എല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ ഇരിക്കുന്നത്. എന്നിട്ടും മനുഷ്യർക്ക് സമാധാനം ഇല്ല. അടുത്ത സാധനം വെട്ടിപ്പിടിക്കണം എന്നൊരു മനോഭാവത്തിലാണ് ഇരിക്കുന്നത് ആൾക്കാർ. എനിക്ക് ഈ കാറ് പോരാ, എനിക്ക് ഇതിനേക്കാളും അടിപൊളി കാറ് വേണം, അല്ലെങ്കിൽ ഇത്രയും പൈസ പോരാ, ഇനിയും പൈസ വേണം. ഓക്കെ, നല്ല കാര്യം. പക്ഷേ നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിക്കണതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. സ്വയം തിരിച്ചറിയണം. നിങ്ങളുടെ തെറ്റുകളെല്ലാം തിരിച്ചറിഞ്ഞ് അത് ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ച് ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന രീതിയിൽ നിങ്ങൾ സ്വയം ഓരോരോ തെറ്റുകളൊക്കെ തിരുത്തി വരുമ്പോഴാണ് നിങ്ങളൊരു ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അന്നാണ് നിങ്ങളൊരു ദൈവകൃപ ഉള്ള ഒരു മനുഷ്യനായി മാറുന്നത്.